CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. TN പ്രതാപൻ MPയുടെ പരാതിയിൽ യൂട്യൂബർക്കെതിരെ കേസ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് സാമുദായിക ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ചമ്മന്നൂർ നാസ് ആശുപത്രിക്ക് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരായ പരൂർ മാഞ്ചിറ സ്വദേശികളായ പ്രാരത്ത് വീട്ടിൽ അശ്വിൻ, പോലിയത്ത് വീട്ടിൽ അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. വേലൂർ പഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13ാം വാർഡിന് അനുവദിച്ച മിനി മാസ് ലൈറ്റ് മണിമലർക്കാവ് അമ്പല പരിസരത്ത് സ്ഥാപിച്ചു. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രീ പ്രൈമറി പദ്ധതിയിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം നക്ഷത്ര വീടിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 6 വൈകിട്ട് 4 മണിക്ക് MLA AC മൊയ്തീൻ നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മാണത്തിനിടെ വശം തകർന്ന പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണൂർ കണ്ടംകുളത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയില്ല. 3 മാസം മുമ്പാണ് കുളത്തിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നത്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാളാണ് 3 ദിവസങ്ങളിലായി ആഘോഷിച്ചത്. ലോക ക്യാൻസർ ദിനത്തിൽ 3ാം തവണയും കേശദാനം ചെയ്തുകൊണ്ട് മാതൃകയായി പന്നിത്തടം താഴത്തേതിൽ ആഷിഫ് അഹമ്മദ്. 2 വർഷം കൂടുമ്പോഴാണ് ക്യാൻസർ രോഗികൾക്ക് കൃത്രിമ മുടി നിർമ്മാണത്തിനു വേണ്ടിയുള്ള കേശദാനം നടത്തുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശ്വാസികൾ സെമിത്തേരിയിലടക്കം ചെയ്ത പൂർവ്വ പിതാക്കന്മാരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥന നടത്തി. ചിറമനേങ്ങാട് കോൺകോട് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നതിൽ നിന്നും പ്രധാന തന്ത്രി എന്ന നിലയിലേക്ക് മോദി അധപ്പതിച്ചുവെന്ന് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ്. കർഷക തൊഴിലാളി യൂണിയൻ നേതാവും കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PN സുഖദേവന്റെ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പന്നിത്തടം മാത്തൂർ മഹാദേവ ശിവക്ഷേത്രത്തിൽ 1000 കുടം ജലധാരാഭിഷേകവും നാമജപവും നടന്നു. ചൂണ്ടൽ സാൻതോം ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിച്ചു. ഉണ്ണീശോയുടെയും കന്യകാമറിയത്തിന്റെയും യൗസേ പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും ഇടവക മധ്യസ്ഥനായ തോമസ് ലീഹയുടെയും സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ അന്താരാഷ്ട്ര സമന്വയം വേണമെന്ന് ചെക്കോസ്ലോവാക്യയിലെ VSB ടെക്നിക്കൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ഡീൻ പ്രൊഫസർ റോബർട്ട് അഭിപ്രായപ്പെട്ടു. തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടാണശ്ശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. 45 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന കടവലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവ് പോസ്റ്റ് ഓഫീസിലെ ഷാഹുൽ ഹമീദിന് സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. CPMന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സംയോജിത കൃഷിയുടെ എളവള്ളി പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ആദൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായുള്ള ബ്രോഷറിന്റെ പ്രകാശനം നടത്തി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തി. വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മക്കാം ഷെരീഫിലെ 4 ദിവസമായി നടന്നു വന്നിരുന്ന ആണ്ടുനേർച്ച സമാപിച്ചു. അക്കിക്കാവ് നന്മ ക്ലബ്ബ് വാർഷികാഘോഷം നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി കാരുണ്യ പ്രവർത്തനവും നടത്തി. വേലൂർ പഴയങ്ങാടി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഫെബ്രുവരി 3, 4, 5 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ ചാലിശ്ശേരി മുലയംപറമ്പ് ക്ഷേത്രത്തിന് സമീപം ചെറുകിട കച്ചവടം നടത്തുന്ന ഭിന്നശേഷിക്കാരനും വ്യാപാരി വ്യവസായ സമിതി അംഗവുമായ കടവാരത്ത് പ്രകാശനും ഭാര്യയ്ക്കും കേരള വ്യാപാരി വ്യവസായ സമിതി ചാലിശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക സഹായം നൽകി. ചിറ്റാട്ടുകരയിൽ MP സിദ്ധാർത്ഥൻ സ്മാരക റോഡ് നാടിന് സമർപ്പിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിൽ ഉൾപ്പെടുന്ന താമരപ്പള്ളി ചൊവ്വല്ലൂർ പടി PWD റോഡിൽ നിന്നും ആരംഭിച്ച് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് വരെയുള്ള MP സിദ്ധാർത്ഥൻ സ്മാരക റോഡാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. വടക്കേക്കാട് കൊച്ചന്നൂർ സ്കൂളിൽ ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായി തായ്ക്കൊണ്ടോ പരിശീലനം ആരംഭിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കേക്കാട് ICA ഇംഗ്ലീഷ് സ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പുന്നിയൂർക്കുളം കുണ്ടനി ദണ്ഡൻ സ്വാമി ക്ഷേത്രം വേല മഹോത്സവത്തിന്റെ കൊടിയേറ്റവും പ്രദക്ഷിണ വഴി തൂക്കുവിളക്ക് സമർപ്പണവും നടന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് 2 ആഴ്ചയായി നടന്നുവരുന്ന GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിലപ്പിടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തിവന്നിരുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരം ഇന്ന് നടക്കും.
CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.